ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാരായണീയത്തിലെ 16-ാം ദശകം ആരംഭിക്കുകയാണ്. 16-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം ദക്ഷ പ്രജാപതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ജാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. അഥ അനന്തരം വിരിഞ്ചതനയഃ ദക്ഷഃ, ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി മനോഹോ തനൂജാം പ്രസൂതിം, സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ ലബ്ധ്വാ, പത്നിയായി ലഭിച്ചിട്ട്, ഇഹ അവളിൽ ഷോഡശ കന്യാ, 16 കന്യകകളെ ആപച ലഭിക്കുകയും ചെയ്തു. ത്രയോദശ ധർമ്മേ ദദോ, അവരിൽ 13 പേരെ ധർമ്മദേവന് ദാനം ചെയ്തു. സ്വധാ എന്ന പുത്രിയെ പിതൃഷുച, പിതൃക്കൾക്കായും ദാനം ചെയ്തു. സ്വാഹാം ഹവിർഭുജി, സ്വാഹ എന്ന പുത്രിയെ അഗ്നിദേവന് ദാനം ചെയ്തു. സതീം, സതിയെ ത്വദംശേ ഗിരിശേ ദദോ, നിന്തിരുവടിയുടെ തന്നെ അംശഭൂതനായ ശിവന് കൊടുത്തു. ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു. അവളിൽ 16 പുത്രിമാർ അവർക്കുണ്ടായി. അവരിൽ 13 പേരെയും ധർമ്മദേവന് ദാനം ചെയ്തു. സ്വധ എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹ എന്ന പുത്രിയെ അഗ്നിക്കും സതി എന്ന പുത്രിയെ ശിവനും ദാനം ചെയ്തു. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ജാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. നരനാരായണന്മാരെ കുറിച്ചാണ് 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിത കൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവപുഷുർ നുനുപുസ്സുരൗഖാഃ. ധർമ്മഗൃഹിണി മൂർത്തി, ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിദേവി, മഹിതാനുഭാവം ശ്ലാഘ്യമായ മാഹാത്മ്യത്തോടു കൂടിയവനും നരസഖം നരനോട് ചേർന്നവനും ആയ നാരായണ രൂപിയായ ഭവന്തം സുഷുവേ, നിന്തിരുവടിയെ പ്രസവിച്ചു. യജ്ജന്മനി, യാതൊരു നരനാരായണന്മാരുടെ അവതാര സമയത്ത് സുരൗഖാഹ ദേവഗണങ്ങൾ പ്രമുദിതാഹ വളരെ സന്തോഷിച്ചവരായി കൃതതൂര്യഘോഷാഹ വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട്
പുഷ്പോത്കരാൻ പ്രവവൃഷു, പുഷ്പവൃഷ്ടി നടത്തി. നുനുഹു, നിന്തിരുവടിയെ സ്തുതിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് നരനാരായണന്മാർ. അവരൊരുമിച്ച് പറയാറുള്ളൂ. രണ്ടുപേരും സഖാക്കളാണ്, വേണമെങ്കിൽ ഇരട്ടകൾ എന്ന് പറയാം. ധർമ്മദേവന്റെ 13 പത്നിമാരിൽ ഏറ്റവും ഇളയവളാണ് മൂർത്തി. മൂർത്തിയിൽ നിന്തിരുവടി നരനാരായണന്മാരെന്ന ഋഷിമാരുടെ രൂപം ധരിച്ച് അവതരിച്ചു. അവരുടെ അവതാര സമയത്ത് ദേവന്മാർ വളരെയധികം ആഹ്ലാദിച്ചു എന്ന് പറയുന്നു. അവർ വാദ്യഘോഷങ്ങൾ മുഴക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും നിന്തിരുവടിയെ സ്തുതിക്കുകയും ചെയ്തു. നരനാരായണന്മാരുടെ ജന്മം വളരെ മഹത്തരമാണ്. എന്തോ വലിയ കാര്യങ്ങൾക്കാണ് അവർ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത്. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാകൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷുർനനുഭു സുരൗഖാഃ. മൂന്നാമത്തെ ശ്ലോകം സഹസ്ര കവചനെ സംബന്ധിക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ സഹസ്ര കവചനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ നാരായണന്മാരുടെ അവതാരത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. നോക്കാം മൂന്നാമത്തെ ശ്ലോകം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപ സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപ സമരൗ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും ന്യഹതാം സലീലം. നരനാരായണന്മാരായി ദക്ഷന്റെയും മൂർത്തിയുടെയും പുത്രനായി അവതരിച്ച ഭഗവാന്റെ ഒരു ലീല സംക്ഷേപിച്ച് പറയുകയാണ് ഇവിടെ. സഹസ്ര കവചനായ ഒരു ദൈത്യനുണ്ടായി. സഹസ്ര കവചൻ, അതായത് 1000 കവചങ്ങൾ കൊണ്ട് സുരക്ഷിതനായിരുന്നു സഹസ്ര കവചൻ. അവൻ്റെ ശരീരത്തിൽ 1000 കവചങ്ങളുണ്ട്. അങ്ങനെയാണ് സഹസ്ര കവചൻ എന്ന പേര് വന്നത് തന്നെ. ആ കവചങ്ങൾ ഉള്ളിടത്തോളം കാലം ആർക്കും അയാളെ തോൽപ്പിക്കാനാവുകയില്ല. 1000 വർഷം തപസ് ചെയ്ത് 1000 വർഷം യുദ്ധം ചെയ്താൽ മാത്രമേ ഈ കവചങ്ങൾ ഭേദിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് നരനാരായണന്മാർ ഇവനെ നിഗ്രഹിക്കാനായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരിൽ ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യും. അങ്ങനെ തുടർച്ചയായി സഹസ്ര കവചനോട് യുദ്ധം ചെയ്ത്, അതായത് നരൻ തപസ് ചെയ്യും, നാരായണൻ യുദ്ധം ചെയ്യും. നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ സഹസ്ര കവചനോട് യുദ്ധം ചെയ്യും. അങ്ങനെ തുടർച്ചയായി സഹസ്ര കവചനോട് യുദ്ധം ചെയ്ത് ഒന്നൊഴികെയുള്ള കവചങ്ങളെല്ലാം നശിപ്പിച്ചു. ഏക കവചനായി തീർന്ന ആ ദൈത്യനെ പിന്നീട് അനായാസമായി ഭഗവാൻ വധിച്ചു. ഈ സഹസ്ര കവചനാണ് കർണനായി ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. നരന്റെ അവതാരമായ അർജുനൻ കർണനെ വധിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ കർണൻ ശരിക്ക് ആ കവച കുണ്ടലങ്ങളോട് കൂടിയിട്ടാണ് ജനിച്ചത് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു കാര്യം ശരിയാണ്. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപ സമരൗ ഭവന്തൗ
ശിഷ്ടൈകകങ്കടമമും നിഹതം സലീലം. മൂന്നാമത്തെ ശ്ലോകം സഹസ്ര കവചനെ സംബന്ധിക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ സഹസ്ര കവചനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ നാരായണന്മാരുടെ അവതാരത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. നോക്കാം മൂന്നാമത്തെ ശ്ലോകം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപ സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപ സമരൗ ഭവന്തോ ശിഷ്ടൈക കങ്കടമമും ന്യഹതാം സലീലം. നരനാരായണന്മാരായി ദക്ഷന്റെയും മൂർത്തിയുടെയും പുത്രനായി അവതരിച്ച ഭഗവാന്റെ ഒരു ലീല സംക്ഷേപിച്ച് പറയുകയാണ് ഇവിടെ. സഹസ്ര കവചനായ ഒരു ദൈത്യനുണ്ടായി. സഹസ്ര കവചൻ, അതായത് 1000 കവചങ്ങൾ കൊണ്ട് സുരക്ഷിതനായിരുന്നു സഹസ്ര കവചൻ. അവൻ്റെ ശരീരത്തിൽ 1000 കവചങ്ങളുണ്ട്. അങ്ങനെയാണ് സഹസ്ര കവചൻ എന്ന പേര് വന്നത് തന്നെ. ആ കവചങ്ങൾ ഉള്ളിടത്തോളം കാലം ആർക്കും അയാളെ തോൽപ്പിക്കാനാവുകയില്ല. 1000 വർഷം തപസ് ചെയ്ത് 1000 വർഷം യുദ്ധം ചെയ്താൽ മാത്രമേ ഈ കവചങ്ങൾ ഭേദിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് നരനാരായണന്മാർ ഇവനെ നിഗ്രഹിക്കാനായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരിൽ ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യും. അങ്ങനെ തുടർച്ചയായി സഹസ്ര കവചനോട് യുദ്ധം ചെയ്ത്, അതായത് നരൻ തപസ് ചെയ്യും, നാരായണൻ യുദ്ധം ചെയ്യും. നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ സഹസ്ര കവചനോട് യുദ്ധം ചെയ്യും. അങ്ങനെ തുടർച്ചയായി സഹസ്ര കവചനോട് യുദ്ധം ചെയ്ത് ഒന്നൊഴികെയുള്ള കവചങ്ങളെല്ലാം നശിപ്പിച്ചു. ഏക കവചനായി തീർന്ന ആ ദൈത്യനെ പിന്നീട് അനായാസമായി ഭഗവാൻ വധിച്ചു. ഈ സഹസ്ര കവചനാണ് കർണനായി ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. നരന്റെ അവതാരമായ അർജുനൻ കർണനെ വധിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ കർണൻ ശരിക്ക് ആ കവച കുണ്ടലങ്ങളോട് കൂടിയിട്ടാണ് ജനിച്ചത് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊരു കാര്യം ശരിയാണ്. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും നിഹതം സലീലം. 16-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കുന്നത്. നരനാരായണന്മാരുടെ തപസ് മുടക്കാനായിട്ട് കാമദേവൻ ചെല്ലുന്നൊരു ഭാഗമാണ്. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷ വിശികൈർവികസദ്വിലാസൈഃ വിദ്യൻ മുഹുർമുഹു രകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗദേ മൃദുഹാസ ഭാജ. കാമദേവൻ ഒറ്റയ്ക്കല്ല പോയിരിക്കുന്നത്. പിന്നെയോ വസന്തൻ മലയാനിലൻ, മലയമാരുതൻ നമ്മൾ കേട്ടിട്ടില്ലേ? വസന്തം, എല്ലാവരുടെയും പൂക്കളൊക്കെ നിറഞ്ഞ മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന ഒരു ലോകം.
അപ്പോൾ വസന്തനും അനിലനും കാമദേവന്റെ ബന്ധുക്കളാണ്. മരങ്ങൾ പുഷ്പിക്കുന്നു, ആകാശം പ്രസന്നമാകുന്നു. വസന്തകാലം അങ്ങനെ വരുമ്പോൾ അത് കാമത്തെ ഉദ്ദീപിപ്പിക്കും. അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ സുഗന്ധം പരത്തുന്ന മലയാനിലനും കാമോദ്ദീപകമാണ്. അപ്പോൾ കാമദേവന്റെ സഹചാരികളായ വസന്തനും മലയാനിലനും കാമദേവന്റെ കൂടെ ബദരികാശ്രമത്തിലെത്തി. നരനാരായണന്മാരുടെ തപസ് മുടക്കാനാണ് അവരെത്തിയിരിക്കുന്നത്. അവരോടൊപ്പം ദേവേന്ദ്രൻ അയച്ച സുരസുന്ദരിമാര്, ദേവസുന്ദരിമാരും ഉണ്ട് കൂടെ. അവര് ആശ്രമത്തിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? വസന്തൻ വന്നിട്ടുണ്ട്. അപ്പോൾ വൃക്ഷങ്ങളും വള്ളികളും എല്ലാം പൂത്ത് തളർത്തു. മലയാനിലൻ വന്നിട്ടുണ്ട്. അവിടെ നല്ല സുഗന്ധം, ചന്ദനത്തിൻ്റെയും ഒക്കെ സുഗന്ധം പരത്തി. പക്ഷികളും മൃഗങ്ങളും ഇണകളെ തേടാൻ തുടങ്ങി. കൂടാതെ നാരായണനെ വശീകരിക്കാനായി ദിവ്യസുന്ദരിമാർ അദ്ദേഹത്തിൻ്റെ നേർക്ക് കടാക്ഷശരങ്ങൾ പ്രയോഗിച്ചു. ആ ശരങ്ങൾ കൊണ്ട് പ്രഹരിച്ചിട്ടും പ്രകൃതിയാകെ കാമോന്മാദം ഉള്ളതായി തീർന്നിട്ടും നാരായണ മഹർഷിയുടെ തപസ്സിന് ഒരു ഭംഗവും ഉണ്ടായില്ല. ഇത് കണ്ട കാമദേവന് ആകെ ഭയം തോന്നി. കാരണം ഈ മഹർഷി എണീറ്റ് വല്ല ശാപവും തരുമോ എന്നായി കാമദേവന്. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് കാമദേവനോട് ഇപ്രകാരം പറഞ്ഞു. കാമദേവൻ പേടിക്കുകയാണ്. എന്നാൽ നാരായണ മഹർഷി അതൊന്നും വകവയ്ക്കാതെ, അവൻ്റെ ആ പേടിയൊന്നും ഗൗനിക്കാതെ വളരെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താകടാക്ഷ വിശികൈർ വികസദ്വിലാസൈഃ വിദ്യൻ മുഹുർമുഹുരകമ്പ മുദീക്ഷ്യ ച ത്വം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജ. 16-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. പീത്യാലം അങ്കജ വസന്ത സുരംഗനാവോ മന്മാനനം തിഹ ജുഷത്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിത സ്തുവതാമതൈഷാം പ്രാദർശയ സപരിചാരക കദരാക്ഷി. എന്താണ് അദ്ദേഹം പുഞ്ചിരിച്ചത് എന്നുള്ളത് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാരായണ മഹർഷിയുടെ തപസ്സിന് ഭംഗം വരുത്താനാണ് ഇന്ദ്രൻ കാമദേവനെയും കൂട്ടരെയും ദേവസുന്ദരിമാരെയും ഒക്കെ തന്നെ ബദരികാശ്രമത്തിലേക്ക് അയച്ചത്. കാമദേവന് വശംവദരാകാത്തവരാരും ഇല്ലെന്നാണ് പറയാറ്. അങ്ങനെയുള്ള ഒരു അഹങ്കാരം കാമദേവനുണ്ട് അല്ലേ? ശ്രീ പരമേശ്വരൻ പോലും കാമദേവന് വശകനായി എന്ന് നമുക്കറിയാം. ഇവിടെ കാമദേവനും സഹായികളും ഉറ്റു ശ്രമിച്ചിട്ടും നാരായണ ഋഷിക്ക് ഒരു ചാഞ്ചല്യം ഉണ്ടായില്ല. അത് കണ്ട് അവർ ഭയന്നു. എന്നാൽ ഭഗവാൻ വളരെ പുഞ്ചിരിയോടുകൂടി മൃദുമന്ദഹാസത്തോടുകൂടി അവരെ സ്വീകരിച്ചു. എന്നിട്ട് അപ്പോൾ ഈ ഭയം വന്നപ്പോൾ എന്തായി? അവരെല്ലാവരും ചുറ്റും നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. ഭയത്തോടെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന അവരെ ഭയപ്പെടേണ്ട, ഭീത്യ അലം, നിങ്ങൾ ഒന്നും പേടിക്കണ്ട എന്ന് ആശ്വസിപ്പിച്ചു. മാത്രമല്ല തന്നെ പരിചരിക്കുന്ന തൻ്റെ പരിചാരകരായ സുന്ദരിമാരെ
അവർക്ക് കാട്ടിക്കൊടുത്തു. അദ്ദേഹത്തിന് ഇതിനേക്കാൾ സുന്ദരികളായ പരിചാരികമാരുണ്ട്. അത് അവരെ കാണിച്ചു കൊടുത്തു. ഈ കാമദേവനും വസന്തനും സുരസുന്ദരിമാർക്കും മലയാനിലിനും ഒക്കെ തന്നെ. അതുപോലെ തൻ്റെ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കുവിൻ എന്നും പറഞ്ഞു. ഈ പരിചാരികമാരെ കണ്ടോളൂ, ഇനി ഞാനൊരു സമ്മാനം തരുന്നുണ്ട്, അതുകൂടി സ്വീകരിച്ചോളൂ എന്ന് ഭഗവാനായ നാരായണ മഹർഷി പറഞ്ഞു. ഭീത്യാലമങ്കജവസന്ത സുരാംഗനാവോ മന്മാനനം തിഹ ജുഷത്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിത സ്തുവതാമതൈഷാം പ്രാദർശയ സപരിചാരക കാതരാക്ഷീഹി. ശ്ലോകം 7. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈക്കില മോഹമാവുഹു ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രഭയൈവ സർവസ്വർഗാ സ്വർവാസികർവശമനീം പുനരുർവശീം താം. ഭഗവാന്റെ അവതാരമായ നാരായണ മഹർഷിയെ മോഹിപ്പിക്കാൻ കാമദേവനോ മറ്റ് മലയമാരുതനോ ദേവസ്ത്രീകൾക്കോ വസന്തനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല. തങ്ങളുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ട അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ച ഭഗവാൻ അവർക്ക് ഒരു സമ്മാനം നൽകി. തന്നെ പരിചരിക്കാൻ താൻ തന്നെ സൃഷ്ടിച്ച സുന്ദരിമാരുടെ ദർശനമാണ് ആ സമ്മാനം. അവരെ കണ്ട കാമദേവനും കൂട്ടരും മോഹഗ്രസ്തരായിത്തീർന്നു. നമ്മൾ എന്ത് ആൾക്കാരാണ്! ഭഗവാന്റെ ചുറ്റും നിന്ന് പരിചരിക്കുന്നവര് ഈ നമ്മുടെ കൂടെ വന്ന സുരസുന്ദരിമാരെക്കാളും എത്രയോ സുന്ദരിമാരാണ്. അതുകൊണ്ട് ആകെ അവര് മോഹഗ്രസ്തരായിത്തീർന്നു. അവരുടെ ശരീര സുഗന്ധം ഏറ്റതേയുള്ളൂ. മോഹിപ്പിക്കാൻ വന്നവർ മോഹിതരായി തീർന്നു. മാത്രമോ അവിടം കൊണ്ട് നിർത്തിയില്ല മഹർഷി. തൻ്റെ ഊരുവിൽ നിന്നുണ്ടായ ഉർവശി എന്നു പേരായ ഒരു സുന്ദരിയെ, സർവ അപ്സരസ്സുകളേക്കാൾ സുന്ദരിയായ അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി അവർക്ക് നൽകുകയും ചെയ്തു. ഇത് ഈ സുരസുന്ദരിമാരെക്കാളും എത്രയോ അധികം സൗന്ദര്യമുള്ള ഈ ഉർവശിയെ നിങ്ങൾ ദേവലോകത്തേക്ക് കൊണ്ടുപോയി ഇന്ദ്രന് സമ്മാനിക്കൂ എന്നും പറഞ്ഞ് ഭഗവാൻ അവർക്ക് സമ്മാനമായി നൽകി. ലജ്ജിതരായ അവർ ഉർവശിയെയും സ്വീകരിച്ച് യാത്രയായി. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈക്കില മോഹമാപുഹു ദത്താം ത്വയാ ച ജഗൃഹു ത്രഭയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. എട്ടാമത്തെ ശ്ലോകം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ചക്ര പര്യാകുലോചനെ ഭവന്മഹിമാമർശാത് ഏവം പ്രശാന്തരമണീയ തരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനൂസ്ത്വമേവ. ദൃഷ്ട്വാ ഉർവശീം, ഉർവശിയെ ലജ്ജയോടുകൂടി തന്നെ കാമദേവാദികൾ സ്വീകരിച്ച് പരാജിതരായി മടങ്ങി. ബദരികാശ്രമത്തിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അവർ ഇന്ദ്രനെ അറിയിച്ചു. സുന്ദരികളായ ദേവസ്ത്രീകളെ പരിചയമുള്ള ഇന്ദ്രൻ
ഉർവശിയെ കണ്ടപ്പോൾ നാരായണ ഋഷിയുടെ വൈഭവം മനസ്സിലാക്കി. കാമദേവനും സംഘവും എത്ര ശ്രമിച്ചിട്ടും ചഞ്ചലമാകാത്ത നാരായണ മഹർഷിയുടെ തപോനിഷ്ഠയും തൻ്റെ തപസ്സിളക്കാൻ വന്നവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് ഭഗവാന്റെ പരിചാരികമാരെ കാണിച്ചു കൊടുത്തതും സമ്മാനമായി ഉർവശിയെ തനിക്ക് കൊടുത്തയച്ചതും എല്ലാം അറിഞ്ഞ ഇന്ദ്രൻ വളരെ ദുഃഖിതനായി. താൻ മഹർഷിയോട് വളരെ മര്യാദകേടാണ് കാണിച്ചതെന്ന് ഇന്ദ്രന് മനസ്സിലായി. കോപമില്ലാത്ത പ്രശാന്തരമണീയമായ ചര്യയാണ് നാരായണ മഹർഷിയായി അവതരിച്ച ഭഗവാൻ പ്രദർശിപ്പിച്ചത്. അല്ലേ? എത്ര ദേഷ്യം വരേണ്ട ഒരു സമയത്തും ഭഗവാൻ വളരെ പുഞ്ചിരിയോടുകൂടി ആ കാര്യം സോൾവ് ചെയ്യും. അല്ലേ? ഇതിനേക്കാൾ പ്രശാന്ത രമണീയത വേറെ എവിടെയുള്ളത്? നമുക്കറിയാം. ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ മാത്രമേ ഇതുപോലെയുള്ളൊരു പ്രശാന്ത രമണീയത ഉണ്ടായിട്ടുള്ളൂ. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനി ഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയത രാവതാരാത് തത്വോദിഗോ വരദ കൃഷ്ണധനോ ത്വമേവ. 9ാമത്തെ ശ്ലോകം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരവിശുനേ സ്വസുതാം വ്യമാനീ. ശ്രീ മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലായി വിവരിക്കുന്ന ദക്ഷയാഗ കഥ 2 ശ്ലോകങ്ങൾ കൊണ്ട് ഭട്ടതിരി സൂചിപ്പിക്കുകയാണ് ഇവിടെ. ദക്ഷപ്രജാപതിയുടെ കഥയൊക്കെ വളരെ വിസ്തരിച്ചാണ് ഭാഗവതത്തിൽ പറയുന്നത്. അത് 2 ശ്ലോകം കൊണ്ട് ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഭട്ടതിരിയുടെ കഴിവിനെ നമ്മൾ പ്രശംസിക്കേണ്ടതാണ്. അതായത് നമുക്ക് ഇവിടെ ചുരുക്കിയേ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണത്. എന്താണ്? പിതാവായ ബ്രഹ്മാവിൻ്റെ അതിലാളനം കാരണം ദക്ഷൻ രജോ ഗുണപ്രധാനനും വിവേകശൂന്യനുമായി തീർന്നു. ദക്ഷന് ഭയങ്കര അഹങ്കാരം, അല്ലെങ്കിൽ രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? ദേഷ്യമൊക്കെ വേഗം വരും. അങ്ങനെയാണ് അല്ലേ? പിതാക്കളുടെ അതിലാളനം പുത്രന്മാരെ ദുഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കുട്ടികളെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശിക്ഷിക്കുകയൊക്കെ വേണം. അതൊക്കെ ശരിയാണ്, കുഴപ്പമില്ല, എൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം തന്നെ ദുഷിച്ചു പോകും എന്ന് നമുക്ക് ഈ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദക്ഷൻ എന്തായി? വിഷ്ണുഭക്തി ഇല്ല, വിഷ്ണുഭക്തി വിമുഖനായി, മനഃശാന്തി ഇല്ലാത്തവനായി. പോരെങ്കിൽ പരമാത്മാവിൻ്റെ അംശഭൂതനും തൻ്റെ പുത്രിയുടെ ഭർത്താവുമായ ശിവനെ ദ്വേഷിച്ചു തുടങ്ങി. ഈ ദക്ഷൻ്റെ ഒരു പുത്രി ശിവന് കൊടുത്തിട്ടുണ്ട്. ശിവനെ ഇഷ്ടമല്ല ദക്ഷന്. അപ്പോൾ ശിവനെ ഒന്ന് ദേഷിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു യാഗം തുടങ്ങി. അതിന് ഈ യാഗത്തിന് എല്ലാ ദേവന്മാരെയും ഒക്കെ ക്ഷണിക്കേണ്ടതാണ്. ദക്ഷൻ ശിവനൊഴികെയുള്ള സകല ദേവന്മാരെയും യാഗത്തിന് ക്ഷണിച്ചു. ശിവന്റെ പത്നി സതീദേവി
തൻ്റെ വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ എങ്ങനെ പോവാതിരിക്കുക? വിളിച്ചില്ലെങ്കിലും ഞാൻ പോകും എന്നുള്ള നിലയ്ക്ക്, അതായത് പിതൃഗൃഹത്തിലുള്ള കാര്യമായതുകൊണ്ട് ഒരു അഭിമാനക്ഷതം ക്ഷണിക്കാതെ തന്നെ സതി യാഗശാലയിലേക്ക് പോയി. പക്ഷേ ദക്ഷൻ എന്ത് ചെയ്തു? സ്വന്തം മകളാണെങ്കിൽ കൂടി മരുമകനോടുള്ള ശിവനോടുള്ള ദേഷ്യം കൊണ്ട് അഹങ്കാരിയായ ദക്ഷൻ അവളെ സതീദേവിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്തു. ദക്ഷസ്തു അതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വയിജ കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. പത്താമത്തെ ശ്ലോകം. ക്രുദ്ധേശമർദ്ദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധ ലബ്ധജീവഃ ത്വത്പൂരിതക്രതുവര പുനരാപ ശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. തൻ്റെ ഭാര്യയെ, തൻ്റെ പ്രിയയെ, സതിയെ അവമാനിച്ചതിൽ ക്രുദ്ധനായ ശിവൻ എന്ത് ചെയ്തു? ശിവൻ കുറെ രൂപങ്ങളെ സൃഷ്ടിച്ചു, വീരഭദ്രാദികളെ. അവരെല്ലാവരും പോയി യക്ഷൻ്റെ യാഗങ്ങൾ നശിപ്പിച്ചു. മാത്രമല്ല ദക്ഷനെ കൊന്നു, ദക്ഷൻ്റെ ശിരച്ഛേദവും ചെയ്തു. പിന്നീട് അല്ലേ, ഇതൊക്കെ വളരെ വിപുലമായി പറയുന്നതാണ്. പിന്നീട് എന്ത് ചെയ്തു? ദേവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ശിവൻ എല്ലാവരും കൂടി പ്രസാദിപ്പിച്ചു, പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ ദക്ഷന് ജീവിതം നൽകി ഭഗവാന്റെ അനുഗ്രഹത്താൽ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ദക്ഷൻ്റെ അഹങ്കാരം ശമിച്ച് മനഃശാന്തി ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ മതാന്ധന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ശമം വരുത്തുന്ന അല്ലയോ ഭഗവാനെ, എൻ്റെ മനസ്സിനും ശാന്തി നൽകണമേ എന്നാണ് നമ്മൾ ഭട്ടതിരി പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കും അതുപോലെ നമ്മുടെ മനസ്സിന് ശാന്തി നൽകണമേ ഭഗവാനെ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കാം. ക്രുദ്ധേശമർദ്ദിതമഖ സതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധ ലബ്ധജീവഃ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണം.